ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഹിബാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് തണ്ണിമത്തൻ കൊണ്ടൊരു ഹൽവ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം അതൊന്ന് അരിച്ച് വയ്ക്കാം. ഒരു ബൗളിൽ 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് അതിലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് 3 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം. കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏലക്കപ്പൊടിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും 1/4 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ മറ്റ് ഫുഡ് കളറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഹലുവ നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ അല്പം നെയ്യ് പുരട്ടിയതിന് ശേഷം ചൂടോടെ തന്നെ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹൽവയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.